പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ പലരുടെയും ഒരു മനസ്സിലെ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടച്ച് കുറേ നേരം ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ പലവർക്കും ഇന്നത്തെ സാഹചര്യത്തിൽ കണ്ണുകൾ അടയ്ക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം കണ്ണുകൾ അടയ്ക്കുമ്പോൾ തന്നെ അനേകായിരം ചിന്തകൾ ഒറ്റ പ്രവാഹമായിട്ട് ഒരുമിച്ച് തലയിലേക്ക് ഒഴുകി വരുവാണ്. അപ്പോൾ എവിടെയോ കാത്തിരിക്കുന്ന പോലെ ഇതുവരെ എടുക്കാത്ത കുറേ ചിന്തകളെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഈ കണ്ണടയ്ക്കുന്ന വ്യക്തിക്ക് മെഡിറ്റേഷൻ പോയിട്ട് അവിടെ നിന്ന് എണീറ്റ് ഓടാനാണ് ശരിക്കും തോന്നുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും? മെഡിറ്റേഷൻ ഇസ് എ പ്രാക്ടീസ്, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഇതിൽ കണ്ണടച്ചിരിക്കണം എന്ന് മാത്രം അല്ല മെഡിറ്റേഷൻ. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എൻ്റെ തോട്ട്സിനെ, എൻ്റെ ഭാഷയെ, എൻ്റെ ലാംഗ്വേജിനെ, അതേപോലെ തന്നെ എൻ്റെ സ്ട്രക്ചറിനെ ഒക്കെ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും ഈ മെഡിറ്റേഷൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതൊരു പ്രാക്ടീസാണ്. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്നും നമുക്ക് ആ സാഹചര്യത്തിനെ ഒരു വിറ്റ്നസ് ആയിട്ട് നമുക്ക് ആ സാഹചര്യത്തിനെ ഒബ്സർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലും നമ്മൾ അങ്ങേറ്റം ഇൻവോൾവ് ആകുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പെയിന്റർ പെയിന്റ് ചെയ്യുമ്പോൾ ആ പെയിന്റിങ്ങും പെയിന്ററും തമ്മിലുള്ള വ്യത്യാസം എവിടെ ഇല്ലാതാകുന്നു, ആ സ്റ്റേജിനെയാണ് നമുക്ക് മെഡിറ്റേറ്റീവ് സ്റ്റേജ് എന്ന് വിളിക്കാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യത്തിലാണെങ്കിലും 100% നമ്മുടെ എനർജി ഫോക്കസും അതിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ അവയർനെസ് അതിലേക്ക് പോവുകയാണെങ്കിൽ, യെസ്, യു ആർ ഇൻ എ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. പക്ഷെ അതിന് പ്രാക്ടീസ് വേണം, ഒരു ഗൈഡൻസ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും.